നമസ്കാരം. ചാരൂസ് ഹെൽക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. മഴക്കാലമാണ്, സേഫായിട്ടിരിക്കുക. ഇന്നത്തെ പരിപാടി ഒരു ഈസി പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈസി പരിപാടി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഡൗട്ട്സും ഒക്കെ കമൻറ്റിലൂടെ ചോദിക്കാം. അതുപോലെ തന്നെ ഇൻസ്റ്റയിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഒരുപാട് പേര് കമൻസൊക്കെ തരാറുണ്ട്, അതിന് റിപ്ലൈ തരാറുണ്ട്. പക്ഷെ കുറച്ച് സമയം എടുക്കാറുണ്ട്. അപ്പോൾ അതാരും വിഷമിക്കേണ്ട, എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ ഉള്ളത്, ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് പറയുന്ന ഒരു വീഡിയോ ആണ് ക്രാഫ്റ്റ് മെറ്റീരിയലിൻ്റെ വീഡിയോ. അത് എന്തായാലും പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. കുറച്ച് ചെറിയ സാങ്കേതിക കാരണത്താൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ആരും വിഷമിക്കേണ്ട, എൻ്റെ ക്രാഫ്റ്റിൻ്റെ ലോകം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കുപ്പിയിലോട്ട് പോകാം അല്ലേ. കുപ്പി ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈസി പരിപാടിയാണ്. ഈസി പരിപാടിക്ക് കുപ്പി ഞാൻ കഴുകി വൃത്തിയാക്കി തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി. ചെറിയ തോക്കാണെങ്കിലും വലിയ കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലൂ ഗൺ. എനിക്കൊന്ന് ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരു ഇത് എല്ലാവരുടെയും കയ്യിൽ ഒരെണ്ണമെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും എനിക്കൊന്ന് ഗ്ലൂ ഗണ്ണിനെ പറ്റി അറിയാൻ തോന്നും. എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന മീഡിയം സൈസ് ഒരു ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. ഇതിൻ്റെ ചെറുതുമുണ്ട്, വലുതുമുണ്ട്, കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്. ഇതൊരു 200 രൂപയ്ക്ക് അടുത്ത് വരുന്ന ഗ്ലൂ ഗണ്ണായത്. പിന്നെ ഇത് കണ്ടോ, ഇത് പേരൊന്നുമില്ല, ഇവിടെ പേരൊന്നും എഴുതിയിട്ടില്ല. ഇതൊരു ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അതുപോലെ തന്നെ ഹാർഡ്വെയർ ഷോപ്പിലും കിട്ടും കേട്ടോ. പിന്നെ സ്വിച്ച് ഉണ്ട്, സ്റ്റാൻഡ് ഉണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് സ്റ്റാൻഡ്. പിന്നെ ഇതുപോലെ ഇങ്ങനെ വെക്കുക, ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം, ഇത് മാറ്റാം. പിന്നെ നോസിൽ ഇതുപോലെ ഗ്ലൂ സ്റ്റിക്ക് ഇതിലൂടെ വയ്ക്കും. അതിലൂടെ വെച്ചിട്ട് ഇത് ചൂടാകുമ്പം മെൽറ്റായിട്ട് നമുക്ക് ഇതിലൂടെ കിട്ടും. എന്നിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇത് സ്വിച്ച് ഓൺ ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഈ പരിപാടി. എനിക്കൊന്ന് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇത് ചൂടാകുമ്പോൾ നമുക്ക് തൊട്ട് നോക്കാൻ അറിയാൻ പറ്റും ചൂടായോന്ന്. പിന്നെ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടാകുമ്പം മെൽറ്റായി വരുമ്പം തൊടരുത്. നോസിലും തൊടാൻ പാടില്ല, അതുപോലെ തന്നെ ഗ്ലൂ സ്റ്റിക്കിലും തൊടാൻ പാടില്ല, ഗ്ലൂവിൽ തൊടരുത്, നല്ലോണം കൈപൊള്ളും. ഇതാണ് ഗ്ലൂ സ്റ്റിക്ക്. എനിക്കൊന്ന് ഇപ്പോൾ പെയിൻറ്റും ബ്രഷും ഒക്കെ കിട്ടുന്ന കടയിൽ തന്നെ എനിക്കൊന്ന് ഗ്ലൂ സ്റ്റിക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കും. ഇതിപ്പോൾ ഒരെണ്ണം ചെറുതുണ്ട്, അത് തീർന്നിട്ടില്ല. അപ്പോൾ ഒരുവിധം കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഇത് വെച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ തീരാത്തതുകൊണ്ട് ഞാനത് വെക്കണില്ല. പൂർണ്ണമായിട്ടും തീരാൻ നിൽക്കില്ല, കുറച്ചങ്ങോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഗ്ലൂ ഗണ്ണിനെ പറ്റി പറയുന്നത്. ഇപ്പോൾ ചൂടായി വരുന്നുണ്ട്, ഞാൻ ഓണാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള ഗ്ലൂ ഗണ്ണിനെ പറ്റി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരിപാടി. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഒരു ഗ്ലൂ ഗണ്ണുള്ളത് നന്നായിരിക്കും. ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർ എന്തായാലും ഒരു ഗ്ലൂ ഗൺ വേണം. അത് ബോട്ടിൽ ആർട്ടിന് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ ഒട്ടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. നന്നായിട്ട് ചൂടാകുമ്പോൾ മാത്രം ചെയ്യുക. ആദ്യത്തെ ആ ചൂടാകുമ്പോൾ അത്ര ഒട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിക്കുക. ഇതുപോലെ ചുറ്റി ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇത് കുപ്പിയിൽ മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ആദ്യമൊക്കെ കൈയൊക്കെ വിറയ്ക്കും കേട്ടോ, അതൊന്നും പേടിക്കണ്ട. പിന്നെ കൈ പൊള്ളാതിരിക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. നന്നായിട്ട് പൊള്ളും, നന്നായിട്ട് മെൽറ്റ് ചെയ്യുമ്പോൾ കൈ തൊടരുത്, നന്നായിട്ട് പൊള്ളും. ഇതുപോലെ ഇങ്ങനെ കുപ്പി മൊത്തം ചുറ്റി കൊടുക്കണം. ഈ ഒരു കുപ്പി ചുറ്റാനായിട്ട് എനിക്കൊന്ന് ആ ഒരു ചെറിയ ഇത് മതിയായിരുന്നു. ഈ ചെറിയൊരു ബോട്ടിലാണ്, അതുകൊണ്ട് അധികം വേണ്ട. അപ്പോൾ ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയ നൂല് പോലെ അതിൻ്റെ ഒരു ഗ്ലൂ ഇങ്ങനെ നിൽക്കും. അതൊക്കെ നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊക്കിയെടുക്കാൻ പറ്റുന്ന സാധനം കൊണ്ട് ഒന്ന് വലിച്ചുരിഞ്ഞ് കളയാവുന്നതേ ഉള്ളൂ കേട്ടോ. അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അത് ഒട്ടിക്കഴിയുമ്പോൾ നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ചുറ്റി എടുത്ത് വയ്ക്കുക. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഭംഗിയാവും. അപ്പോൾ പെയിൻറ്റ് ചെയ്താലോ, ഒരു ബ്ലാക്ക് കളർ കൊടുത്താലോ നമുക്ക്. അപ്പോൾ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് കൊടുക്കാൻ പോവാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ബ്രഷ് പഴയ ഒരു ബ്രഷാണ്. എനിക്ക്
കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കിയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുപോലൊക്കെ ചെയ്യാനായിട്ട് ഈ ഒരു പഴയ ബ്രഷൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ആ ബ്രഷ് ചീത്തയായിട്ടില്ലെങ്കിൽ നന്നായിട്ട് കഴുകി വിനീഗറിനകത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ പെയിൻറ്റൊക്കെ പോയി നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും, വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതുപോലൊക്കെ ചെയ്ത് ബ്രഷൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം. അപ്പോൾ എന്നിട്ട് എടുത്തൊരു ബ്രഷ് കൊണ്ട് ഞാൻ ബ്ലാക്ക് കളർ കൊടുത്തു. ഇതിപ്പോൾ നന്നായിട്ട് ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരു കുറച്ചും കൂടെ ഭംഗിയാക്കണമല്ലോ, ഒരു ആൻറ്റിക് ലുക്കൊക്കെ വരാൻ വേണ്ടി നമുക്ക് കുറച്ചും കൂടെ ഭംഗിയാക്കാൻ ഒരു ഗോൾഡ് കൊടുത്താലോ, ഗോൾഡ് കളർ കൊടുത്താലോ. ഇത് മെറ്റാലിക് ഗോൾഡാണേ. ഇതിൽ പൊടി ഉണ്ടെങ്കിൽ പൊടി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല. അപ്പോൾ ഞാൻ ഇത് വെച്ച് കൊടുക്കുകയാണേ. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുക. ഇങ്ങനെ കൈ കൊണ്ടൊന്ന്, ബ്രഷിനേക്കാൾ എനിക്കൊന്ന് കൈ ആയിരിക്കും നല്ലത്, വിരൽ കൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് തൊട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് കൊടുക്കുക. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും, ഒരു ആൻറ്റിക് ലുക്കൊക്കെ കിട്ടും. കണ്ടോ, അടിപൊളിയല്ലേ? കാണാൻ എന്ത് ഭംഗിയാണ്. ഇത് കളർ കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബ്ലാക്കിന് ഗോൾഡ് കൊടുത്തതേ ഉള്ളൂ. കാണാൻ കൂടുതൽ ഭംഗി ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. എന്തായാലും ഒരു ഗ്ലൂ ഗൺ നമ്മുടെ കയ്യിലുള്ളത് നന്നായിരിക്കും. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ.